നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തെന്നാലി രാമൻ കഥയാണ്. ഒരു ചിത്രകാരൻ്റെ കരവിരുത് ഒന്ന് പ്രത്യേകമായിരുന്നു. ആ സിദ്ധി മുഴുവനും അയാൾ ഉപയോഗിക്കുകയാണ്. എവിടെ? അത് കൃഷ്ണദേവരായരുടെ പുതുതായി പണിയിച്ച സൗധത്തിൽ. ഭിത്തി ചിത്രങ്ങളാണ് ചിത്രകാരൻ വരയ്ക്കുന്നത്. രാമായണത്തിലെ മറ്റ് സംഭവങ്ങൾ ചിത്രത്തിലൂടെ ആ കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ പകർത്തുകയാണ്. അതായിരുന്നു ചക്രവർത്തിയുടെ നിർദ്ദേശം. എന്തൊരു വടിവാണ്! വർണ്ണപ്പൊലിമയാണ് ചിത്രങ്ങൾക്ക്. എല്ലാം ആദ്യമായി ആസ്ഥാന വിദ്വാൻമാരെ കാണിക്കുകയാണ് ചക്രവർത്തി. എങ്ങനെയുണ്ട്? ചക്രവർത്തി ചോദിച്ചു. എല്ലാവരും ചിത്രങ്ങളെ അങ്ങേയറ്റം പുകഴ്ത്തി സംസാരിച്ചു. ഒരാൾ ഒഴിച്ച്. അത് തെനാലി രാമനാണ് ഒന്നും പറയാത്തത്. ഒരു കഥാപാത്രത്തിൻ്റെ മുഖം, അതിൻ്റെ ആകർഷണീയത ഒന്ന് പ്രത്യേകമായിരുന്നു. എല്ലാവരും ആ മുഖത്തിൻ്റെ ചിത്രത്തെ വളരെ നേരെ നോക്കി നിന്നു. മുഖത്തിൻ്റെ ഇടതുഭാഗമാണ് ചിത്രകാരൻ വരച്ചിരുന്നത്. തിരുമേനി, ആ മുഖത്തിൻ്റെ വലതുഭാഗം എവിടെ? അത് കാണുന്നില്ലല്ലോ, തെനാലി രാമൻ പറഞ്ഞു. അത് ഭാവന ഉപയോഗിച്ച് കാണേണ്ടതാണ്. നിങ്ങളുടെ ഭാവന വളരെ മോശം. അതുകൊണ്ടാണ് നിങ്ങൾ മുഖത്തിൻ്റെ മറുവശം കാണാത്തത്. ചക്രവർത്തി അല്പം മുഷിച്ചിലോട് തെനാലി രാമനോട് പറഞ്ഞു. അതങ്ങനെ മനസ്സിൽ വെച്ച് സൂക്ഷിച്ചു രാമൻ. ചക്രവർത്തിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം. അതിനുള്ള പദ്ധതി ആലോചിച്ചിട്ടുമുണ്ട്. വളരെ ദിവസങ്ങൾ കഴിഞ്ഞു രാമൻ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്തി. തിരുമേനി, എനിക്ക് കുട്ടിക്കാലത്ത് ചിത്രമെഴുത്തിൽ വാസനയുണ്ടായിരുന്നു. കഴിഞ്ഞ അനേകം ദിവസങ്ങളായി ഞാൻ രാപകൽ ചിത്രകല പരിശീലിക്കുകയായിരുന്നു. അവിടുത്തെ മറ്റൊരു കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ ഞാൻ കുറേ ചിത്രങ്ങൾ വരയ്ക്കാം. പക്ഷേ ജോലി തീർന്നതിന് ശേഷമേ മറ്റുള്ളവർ കാണാൻ പാടുള്ളൂ, തെനാലി രാമൻ ചക്രവർത്തിയോട് പറഞ്ഞു. ചക്രവർത്തിക്ക് അത് സമ്മതമായി. ഒരു കൊട്ടാരത്തിൽ ഭിത്തി ചിത്രങ്ങളില്ല. ആ കൊട്ടാരത്തിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാം. അതിൽ രാമന് അനുമതി നൽകി അദ്ദേഹം. 4-5 ആഴ്ചകൾ കഴിഞ്ഞു. തിരുമേനി, എൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് മറ്റുള്ളവരും വന്ന് കാണണം. തെനാലി രാമൻ രാജാവിനെ ക്ഷണിച്ചു. എല്ലാവരുമായി ആ കൊട്ടാരത്തിലേക്ക് പോയി. ഭിത്തി നിറയെ ചിത്രങ്ങളുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ എന്തിൻ്റെ ചിത്രങ്ങൾ? മനുഷ്യ ശരീരത്തിലെ കാലുകൾ ഒരു ഭിത്തിയിൽ, പലമാതിരിയുള്ള കൈകൾ മറ്റൊരു ഭിത്തിയിൽ, വലുതും ചെറുതുമായ ചെവികൾ ഇനിയും ഒരു ഭിത്തിയിൽ. എന്തിനു പറയുന്നു? എല്ലാ ശരീരഭാഗങ്ങളുമുണ്ട്. ചിത്രങ്ങളില്ലാത്ത ഒരൊറ്റ ഭിത്തിയും അവിടെ അവശേഷിച്ചിട്ടില്ല. പൂർണ്ണമായ ശരീരത്തിൻ്റെ ചിത്രമില്ലതാരും. രാമ, ഇതെന്താ ഇങ്ങനെ? വെറും അവയവങ്ങൾ കൊണ്ട് എന്തു കാര്യം? ശരീരം മുഴുവൻ വരയ്ക്കാത്തതെന്ത്? ചക്രവർത്തി തിരുമേനി